ദൈവപരിപാലനയുടെ തിരിച്ചറിവിൻ്റെ കാലം. ദൈവപരിപാലനയുടെ തിരിച്ചറിവിൻ്റെ കാലം ഉടയവനറിയാതെ ഒരില പോലും കൊഴിയുന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ കാലം. എൻ്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന പുത്രൻ്റെ നിലവിളിക്ക് പിതാവിൻ്റെ ആഴമേറിയ മൗനമാണ് മറുപടി. ആ മൗനത്തെ ഉത്തരമാക്കി പുത്രൻ്റെ തിരിച്ചറിവിൻ്റെ ശബ്ദം കുരിശിൽ ഉയരുന്നുണ്ട്. പിതാവേ, അങ്ങേ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന്. കത്തിയമർന്ന ബസ്സിൽ നിന്നും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട യാത്രികൻ്റെ ആത്മകഥം ഇതായിരുന്നു: ദൈവമേ, നിന്റെ പരിപാലനം. ഇതാണോ പരിപാലനം? അല്ലേ അല്ല. സോളമൻ്റെ സർവപ്രതാപങ്ങളെയും കാൾ മനോഹരമായി വയൽപ്പൂവിനെ അണിയിച്ചൊരുക്കുന്ന കരുതലാണത്. നൈലിൻ്റെ കരയിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിലിലേക്ക് ഒരു സ്ത്രീ ഹൃദയത്തെ ചേർത്ത് വച്ച വാത്സല്യമാണത്. ഡിവൈൻ പ്രൊവിഡൻസ്. അതെ, അവനറിയാതെ ഒരില പോലും കൊഴിയുന്നില്ല. എൻ്റെ തലമുടി നാരുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന അറിവിലാണ് നാഥ മിഴികൾ ഈറനണിയുന്നത്. എനിക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന കരുതൽ എൻ്റെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നു. ആ തിരിച്ചറിവിലേക്ക് നമുക്ക് ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കാം. ആണിപ്പഴുതാർന്ന നിൻ കൈകളാൽ ആരോമലായെന്നെ തഴുകും നേരം ആമിഴിയിണയിൽ ഞാൻ എന്നെ കണ്ടു. അലിവാർന്ന സ്നേഹത്തിൻ ആഴം കണ്ടു. ഉള്ളിലേ നൊമ്പരം പകർന്നിടും ദിവ്യ സ്നേഹം. ഉള്ളിലേ നൊമ്പരം ഉള്ളിലൊതുക്കി ഉള്ളം പകർന്നിടും ദിവ്യ സ്നേഹം. ആണിപ്പഴുതാർന്ന നിൻ കൈകളാൽ ആരോമലായെന്നെ തഴുകും നേരം ആമിഴി